കൊണ്ട് തന്നെ ഇവിടെയുള്ള വിഷയം അവർക്ക് ഒരു പ്രശ്നമല്ല. ഹദീസിന്റെ കിതാബുകളൊക്കെ നോക്കുമ്പോ ഈ റൂഹ്, ഈ മരിച്ചുപോയ മനുഷ്യന്മാർ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന, എല്ലാ സകല കാര്യങ്ങളും അറിയും ഈ മരിച്ചുപോയ ആളുകൾ. കാരണം അവരുടെ റൂഹിന് ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് വളരെ ശക്തിയുള്ള, വലിയ സ്വാധീനമുള്ള അവന്റെ റൂഹുണ്ടല്ലോ, റൂഹ് മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ശരീരത്തിൽ തളച്ചിട്ടിക്കുകയാണ്. മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ശരീരത്തിൽ ഈ റൂഹൻ തളച്ചിടുമ്പോ ആ മണ്ണിന്റേതായ കഴിവ് കുറവുണ്ടല്ലോ, അതൊക്കെ ആ റൂഹിനും ബാധിക്കുന്ന. കാരണം അതിൽ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ടും തന്നെ ആ റൂഹിന്റെ കഴിവ് നോക്കണല്ലേ. എന്നിട്ടിപ്പോ ഞാൻ ഇവിടെ ഇതിങ്ങനെ സംസാരിക്കുമ്പോ എടപ്പാൾ ചുങ്കം, തിരൂര്, അതൊക്കെ എന്റെ മുമ്പിൽ ഇങ്ങനെ കാണുകയാണ്. അബുദാബി, മക്ക, മദീന. ഈ ഒറ്റ സെക്കൻഡ് കൊണ്ടേ, ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ പായാൻ സാധിക്കുകയാണ്. എന്റെ ശരീരത്തിൽ തളച്ചിട്ട ഈ റൂഹ് ഉണ്ടല്ലോ, ഈ റൂഹ് കൊണ്ട് തന്നെ ഇത്രമാത്രം സ്വാധീനം എനിക്കുണ്ട്, ഈ റൂഹിനുണ്ട് എങ്കിൽ പിന്നെ ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് ആ റൂഹൻ വിട്ടി പിരിഞ്ഞാൽ പിന്നെ അതിന്റെ സ്വാധീനം എത്രക്കാരം ഉണ്ടാവുക അല്ലേ? എന്തേക്കാരം എന്റെ സ്വാധീനം എത്ര ആയിരിക്കും? അപ്പൊ റൂഹ് അത് വല്ലാത്തൊരു വലിയൊരു സംഭവമാണ്. റൂഹ് യസ്അലൂനക അനി റൂഹ്, അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല എന്നാ റൂഹിനെ കുറിച്ച്. അതാണ് യസ്അലൂനക അനി റൂഹ്. റൂഹിനെ കുറിച്ച് തങ്ങൾ അവരോട് ചോദിക്കും. ഖുൽ റൂഹു മിൻ അംരി റബ്ബി, അതൊക്കെ എന്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. അത് നമുക്ക് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. ഒരു മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. എന്നാൽ റൂഹിന്റെ വിഷയം അങ്ങനല്ല. ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിന്റെയും അപ്പുറമാണ്. അതാണ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹം പറയാണ്, സബത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാല മാ മിൻ മുസ്ലിമിൻ യമുറു അലാ ഖബ്രി അഖീഹി കാന യഅരിഫുഹു ഫി ദുനിയ ഫയുസല്ലിമു അലൈഹി ഇല്ലാ റദ്ദല്ലാഹു അലൈഹി റൂഹഹു ഹത്താ യറുദ്ദ അലൈഹി സലാമ. മരിച്ച ഒരു മനുഷ്യനെ ഖബറിൽ കിടക്കുകയാണ്. ഖബറിൽ ഇപ്പൊ എന്താ കിടക്കുന്നത്? ഖബറിൽ ഇപ്പൊ അവന്റെ പിന്നെ ശരീരമാണ് കിടക്കുന്നത് അല്ലേ? ഖബറിൽ ശരീരമാണ് ഉള്ളത്. ഖബറിൽ ശരീരമാണ്. എന്നിട്ടോ അപ്പൊ ആ മനുഷ്യന്റെ ഖബറിന്റെ അരികിൽ കൂടി ഒരാളിങ്ങനെ പോവാണ്. ഇയാളാണെങ്കിലോ, ഇയാൾക്ക് പരിചയക്കാരനായ ഒരാളാണ് ഇയാളുടെ ഖബറിന്റെ അരികിൽ കൂടി നടന്നു പോണത്. അങ്ങനെ ഈ പരിചയക്കാരനായ ആള് ആ ഖബറിലുള്ള ആൾക്ക് ഫയുസല്ലിമു അലൈഹി സലാം ചൊല്ലിയാല് അല്ലാഹു സുബ്ഹാനഹു ഇല്ലാ റദ്ദല്ലാഹു അലൈഹി റൂഹഹു, അപ്പോൾ തന്നെ അല്ലാഹു തആല അയാളുടെ റൂഹ് ആ ഖബറിലേക്ക് മടക്കി കൊടുക്കും. അപ്പൊ ഇതുണ്ടാവില്ലേ, റൂഹൻ മടക്കി കൊടുക്കുക. അപ്പൊ ഇതിങ്ങനെ റൂഹൻ മടക്കി കൊടുക്കുക, പിന്നെ വിട്ടിപിരിയ, മടക്കി കൊടുക്കുക, വിട്ടിപിരിയ, അതൊന്നും നമുക്കറിയില്ല. അതാണ് പറഞ്ഞത് അല്ലേ? അള്ളാഹു തആല അപ്പം ഒരു ഖബറിലുള്ള ആൾക്ക് ഒരാൾ സലാം ചൊല്ലി, അപ്പൊ അള്ളാഹു റൂഹൻ മടക്കി കൊടുക്കും. എന്നിട്ട് അതിനും ഉത്തരം പറയും അയാള്. എന്നിട്ട് പിന്നെ റൂഹൻ പോവുകയെ. അപ്പൊ വേറെ ആൾ സലാം ചൊല്ലിയാൽ വീണ്ടും റൂഹൻ മടക്കി. ഇതന്നെ ഒരു പണിയാ. അതൊന്നും നമുക്ക് തന്നെ പറഞ്ഞാൽ മനസ്സിലാകുന്ന വിഷയമല്ലത്. അതാണ് ഖുൽ റൂഹു മിൻ അംരി റബ്ബിന. അപ്പൊ ഇനി ആദ്യം അതിന്റെ വിഷയങ്ങൾക്ക് അറിയാം. എന്താ റൂഹ് എന്ന് പറയാൻ എന്താ കാര്യം എന്ന് അറിയണ്ടേ? അതറിയില്ലോ. അപ്പൊ ഏതായാലും ശരി, നമുക്ക് ഈ ഹദീസിലൊക്കെ വന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. പരിചയക്കാരനായ ഒരാൾ ഖബറിന്റെ അരികിൽ കൂടി ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ ആ പരിചയക്കാരനായ ആള് ഖബറാളിക്ക് സലാം ചൊല്ലിയാൽ അല്ലാഹു തആല അയാളുടെ റൂഹ് അയാൾക്ക് മടക്കി കൊടുക്കുകയും എന്നിട്ട് അയാൾ സലാം മടക്കുകയും ചെയ്യും. അതിന് പരിചയക്കാരനല്ലെങ്കിലോ പരിചയക്കാരനല്ലെങ്കിൽ മടക്കി കൊടുക്കൂലാണല്ലോ എല്ലാവരും. പരിചയക്കാരനാണെങ്കിൽ ആ വിഷയം കൂടി അയാൾക്ക് അതും ചെയ്യുമെന്ന്. അതാണ് വിഷയം. നമ്മുടെ പരിചയക്കാരനായ ഒരാൾ നമ്മുടെ ഖബറിന്റെ അരികിൽ കൂടി നടന്നു പോയി സലാം ചൊല്ലിയാലേ ആരാണ് എനിക്ക് സലാം ചൊല്ലിയത് എന്ന കാര്യം അയാൾ അറിയുകയും അങ്ങനെ ഇയാള് ആ സലാം അടക്കുകയും ചെയ്യും. വഫി സഹീഹൈനി അൻഹു മിൻ വുജൂഹി മുതഅദ്ദിദ അന്നഹു അമറ ബിഖത്ലാ ബദ്രിൻ ഫഉൽഖൂ ഫീ ഖലീബിൻ. അതറിയാലോ അല്ലേ? ബദ്ർ യുദ്ധത്തില് കൊല്ലപ്പെട്ട കാഫിരീങ്ങളൊക്കെ എന്ത് ചെയ്തു? ബദറിലെ ഒരു കിണറ്റിൽ പിന്നെ ഇട്ട് അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ച്. ബദറിൽ കൊല്ലപ്പെട്ട കാഫിരീങ്ങളുടെ ജഡങ്ങളൊക്കെ ബദറിൽ ഉള്ള ഒരു കിണറ്റിൽ ഇടാൻ കൽപ്പിച്ചു. എന്നിട്ട് റസൂൽ എന്താ അതിന്റെ അടുത്ത് പോയിട്ട് പറയാണ്,
റസൂൽ അതിന്റെ അടുത്ത് പോയി നിന്നിട്ടുണ്ട്. റസൂൽ വനാദാഹും, അവരൊക്കെ റസൂൽ അങ്ങനെ വിളിച്ചു. ഓരോരുത്തരെ പേര് ഇങ്ങനെ വിളിച്ചു. യാ അബാ ജഹൽ, യാ ഉത്ബ, യാ ഷൈബ, ഇങ്ങനെ ഓരോരുത്തരുടെ പേരിങ്ങനെ വിളിച്ചിട്ടാ അള്ളാഹു റസൂൽ പറഞ്ഞത്. വനാദാഹും ബി അസ്മാഇഹിം, യാ ഫുലാൻ ഇബ്നു ഫുലാൻ, യാ ഫുലാൻ ഇബ്നു ഫുലാൻ. അങ്ങനെ ഓരോരുത്തരുടെയും പേര് ഇങ്ങനെ ശരിക്കും പറഞ്ഞിട്ട് ഇന്നാളുടെ മകൻ ഇന്നാളെ എന്നെ ശരിക്കും പേര് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അങ്ങനെ വിളിച്ചിട്ട് ഹൽ വജത്തും മാ ബഅദകും റബ്ബുക്കും ഹഖ, നിങ്ങളോട് നിങ്ങളുടെ നാഥൻ ചെയ്ത കരാറ് നിങ്ങൾക്ക് ഇപ്പൊ ലഭിച്ചോ? ആ കരാറ് പാലിച്ചിരിക്കുന്നുവോ? എന്നാൽ ഫഇന്നി വജത്തു മാ വഅദനി റബ്ബി, എനിക്ക് എന്റെ റബ്ബ് വിജയം വാഗ്ദാനം ചെയ്തിരുന്നു, അത് ഞാൻ ശരിക്കും വിജയിച്ചിട്ടുണ്ട്. ഇപ്പോ എന്നോട് എന്റെ റബ്ബ് പറഞ്ഞ ഇതിന്റെ വാക്കുണ്ടല്ലോ, അത് റബ്ബ് പാലിച്ചിട്ടുണ്ട്. നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് പറഞ്ഞ വാക്കൊക്കെ പാലിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹു റസൂൽ ആ ഖബറിൽ ആ കിണറ്റിൽ ഇടപെട്ട ആ കുഫാറുകളുടെ ജഡങ്ങളോട് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ ചീഞ്ഞു നാറിയ ഒരു ജീഫത്തായി മാറിയ, അങ്ങനെയല്ലേ, ഈ ശവമായി മാറിയ ആളുകളോടാണോ തങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹു റസൂൽ പറഞ്ഞു, എന്ത് മാ അൻതും ബി അസ്മഅ ലിമാ അഖൂലു മിൻഹും, ഇവർ കേൾക്കുന്നതിനേക്കാളും അപ്പുറം നിങ്ങളും ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നില്ല. ഇവര് കേൾക്കുന്നതിനേക്കാളും അപ്പുറം നിങ്ങളും ഇപ്പൊ കേൾക്കുന്നില്ല എന്നതിന്റെ അർത്ഥം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ശരിക്കും കേൾക്കുന്നുണ്ടല്ലോ, അതുപോലെ അവരും കേൾക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ അതാണ്. അപ്പൊ ഖബറ ഈ റൂഹ് മരിച്ചുപോയ ആളുകള് ഈ പുറത്തുനിന്നുള്ള സംസാരവും മറ്റൊക്കെ ശരിക്ക് കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യും. ഉത്തരം നൽകുകയും ചെയ്യുന്ന പറഞ്ഞാൽ അവർ ഉത്തരം നൽകിയാൽ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കൂല ആ ഒരു വിഷയമാണത്. എന്ന് മാത്രമല്ല, ഖബറിലുള്ള ആളുകൾക്ക് ശരിക്ക് കേൾക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് അസ്സലാമു അലൈക്കും എന്ന് സിയാറത്ത് ചെയ്യുന്നവരോട് പറയാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത് എന്നാ അല്ലേ. നമ്മൾ സാധാരണ ഖബറിന്റെ അടുത്ത് ചെന്ന അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ അല്ലേ, അസ്സലാമു അലൈക്കും നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ ദാറ ഖൗമിൻ മുഅ്മിനീൻ. അപ്പൊ അവരോട് ശരിക്കും വിളിച്ചിട്ട് ശരിക്കും വിളിച്ചിട്ട് സാധാരണ ഒരു ഹയാത്തുള്ള ഒരാളാണ് വിളിച്ചിട്ട് കാര്യം പറയുന്ന പോലെയാണ് ഈ പറഞ്ഞത് ഇവിടെ. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖബർ, ഖബറാളിയെ നിനക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ. നേരെ മറിച്ച് അവർക്ക് അത് കേൾക്കാനൊന്നും സാധിക്കൂലെങ്കിൽ എന്താ ഉണ്ടാകുക? അസ്സലാമു അലൈക്കും എന്നല്ല പറയാ, അള്ളാഹുമ്മ അല്ലേ, പഠിച്ചോനെ ഇവർക്ക് നീ സലാം അള്ളാഹുമ്മ സല്ലിംഹും എന്നല്ലേ പറയാ അല്ലേ. അല്ല പിന്നെ അസ്സലാമു അലൈക്കും എന്നല്ല പറയാ. അസ്സലാമു അലൈക്കും എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന ഒരാളോട് അഭിസംബോധന ചെയ്യുന്ന ശൈലിയാണത്. അതേ ശൈലിയാണ് മരിച്ചവരോട് ചെല്ലുമ്പോഴും അള്ളാഹു റസൂൽ ഉപയോഗിച്ചിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത്, നമ്മോട് കൽപ്പിച്ചത് ആ രീതി തന്നെയാണ്. അപ്പൊ അതും അവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ദുആ ചെയ്യാൻ ചെയ്യാൻ അള്ളാഹു ഇവർക്കൊക്കെ നീ രക്ഷ നൽകണേ അല്ലെ, അസ്സലാമു അല്ല അല്ലാഹുമ്മ സല്ലിംഹും എന്നൊക്കെ പിന്നെ പറയാണ് വേണ്ടത്. അതല്ല, അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ തന്നെ അവരത് കേൾക്കുന്നു എന്ന അർത്ഥമാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരുപാട് വിഷയമുണ്ട്. ഈ ഇൻഷാ അല്ലാഹ് ഇനി കുറെ ഒക്കെപ്പാടെ പറയാൻ അല്പാൽപ്പം വേണമെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ പറയാന്ന് മാത്രം. عن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم ما من رجل يزور قبر أخيه ويجلس عنده إلا استأنس بهنا. ഒരു സഹോദരൻ അയാളുടെ സഹോദരന്റെ ഖബറിന്റെ സിയാറത്ത് ചെയ്യാൻ പോയിട്ട് അയാളുടെ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ പിന്നെ ഖബർ സിയാറത്ത് ചെയ്യുക, എന്നിട്ട് അയാളുടെ ഖബറിന്റെ അടുക്കൽ കുറെ നേരം ഇങ്ങനെ ഇരിക്കാൻ നിൽക്കുക. എന്നാൽ എത്രത്തോളം ഇരിക്കുന്നുവോ അത്രയും അത് ഒരു ഈനാസ് ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് ലഭിക്കുന്ന. ഒരു സഹോദരൻ അയാളുടെ സഹോദരന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ചെന്നു, എന്നിട്ട് ആ ഖബറിന്റെ അടുക്കൽ എത്ര സമയം അയാൾ ഉണ്ടായോ അത്രയും സമയം അയാൾക്ക് ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് അതുകൊണ്ടുള്ള ഈനാസ് ഉണ്ടാകും, ആ സുഖം, ആ നേരം പോക്ക് ഉണ്ടല്ലോ അതുണ്ടാകും. അപ്പൊ അതൊക്കെ ഒരു വല്ലാത്തൊരു സംഭവം തന്നെ അല്ലേ. അല്ലാഹ്. ഒരു മഹാൻ പറയാണ്,
അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ മരിച്ചു പോയിക്കാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ മരിച്ചു പോയിക്കാണ്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേര് ആസിം എന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേര്. ആ ആസിം എന്ന് പറയുന്ന ആള് മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞ ശേഷം ഇദ്ദേഹം ഈ ആസിമിന്റെ ഒരു സ്നേഹിതൻ അദ്ദേഹത്തെ സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ടിട്ട് ചോദിച്ചു, എന്താണ് ഇപ്പൊ നിന്റെ ഹാലെന്താന്ന് ചോദിച്ചു. മരിച്ചു പോയ ആളോട് ചോദിക്കുകയാണ് സ്വപ്നത്തിലൂടെ, എന്താണ് ഇപ്പൊ നിങ്ങൾ മരിച്ചു പോയ ശേഷം നിന്റെ അവസ്ഥക്ക് എന്താണ് ഇപ്പൊ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ വളരെ നല്ല അവസ്ഥയാണുള്ളത്, ഞാൻ സ്വർഗത്തിൽ വലിയൊരു പൂന്തോട്ടത്തിലാണ് ഞാനുള്ളത്. വല്ലാഹി അന ഫീ റൗളത്തിൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ വലിയ പൂങ്കാവനങ്ങളിൽ ഒരു പൂങ്കാവനത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അതുപോലെ തന്നെ ഞാനും എന്റെ പല സ്നേഹിതന്മാരുണ്ട് ഇവിടെ. ഞാൻ മാത്രമല്ല, എന്റെ വേറെ പല സ്നേഹിതന്മാരും ഇവിടെയുണ്ട്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും രാത്രിയും, വെള്ളിയാഴ്ചന്റെ ആ നേരം വെളുത്തതിന് ശേഷമുള്ള ആ പകലും ഞങ്ങൾ ഇവിടെ ബക്കർ ബിൻ അബ്ദുള്ള അദ്ദേഹവും ഞങ്ങളും കൂടി ഒരുമിച്ച് കൂടാറുണ്ട്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങളെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ പറയാറുണ്ട് എന്ന്. ബക്കർ ബിൻ അബ്ദുള്ള മഹാണ്ട്, അദ്ദേഹവുമായി ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും, ഞാനും എന്റെ കുറെ സ്നേഹിതന്മാരും, എന്താലേ ഞാനും ഇതുപോലെ മരിച്ചു പോയ പല ആളുകളും ഇപ്പൊ ഉള്ളത് റൗളത്തുൻ മിൻ റിയാദിൽ ജന്നയിലുള്ളത്, സ്വർഗത്തിലെ ഒരു വലിയൊരു ഒരു മഹത്തായ ഒരു തോട്ടത്തിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ ഇവിടെ ബക്കർ ബിൻ അബ്ദുള്ള എന്ന മഹാനുമായി എല്ലാ വെള്ളിയാഴ്ചയും രാത്രി ഒരുമിച്ച് കൂടാറുണ്ട്. ഞങ്ങളവിടെ ഒരുമിച്ച് കൂടാറുണ്ട്. എന്നിട്ട് നിങ്ങളെ കുറിച്ചൊക്കെ മരിക്കാത്ത നിങ്ങളുടെ ദുനിയാവിലുള്ള നിങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ ഇവിടെ സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഫഹൽ തഅലമൂന ബിസിയാറത്തിന ഇയ്യാക്കും എന്ന് വെച്ചപ്പോ അദ്ദേഹത്തിന് നിങ്ങളെങ്ങനെ സിയാർത്ത് ചെയ്യാനൊക്കെ വരാറുണ്ടല്ലോ, അതൊക്കെ നിങ്ങളെ അറിയാറുണ്ടോ? അപ്പൊ ഞങ്ങളറിയാതെ നിങ്ങൾ സിയാർത്ത് ചെയ്യണതൊക്കെ ശരിക്കും അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ സംഭവം അങ്ങനെയാണ്, ഒരു വല്ലാത്തൊരു രസകരമായ സംഭവമാണ്. അപ്പൊ നല്ല നല്ല മനുഷ്യന്മാരാണെങ്കിലും മരിച്ചുപോയ ഒരു വിഷയമല്ല, മരിച്ചുപോയ വളരെ സുഖകരമായ ജീവിതമാണത്. അവരുടെ റൂഹിൽ സ്വർഗത്തിൽ ഇങ്ങനെ പാറി പറന്ന് നടക്കുകയായിരിക്കും. എന്നിട്ട് മാത്രമല്ല, ചില പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച് അവരിടക്കൊക്കെ അങ്ങനെ യോഗം കൂടും. എന്നിട്ട് ദുനിയാവിലുള്ള ഓരോ കഴിഞ്ഞു പോയ സംഭവങ്ങളൊക്കെ അവരിങ്ങനെ പറഞ്ഞു ചിരിക്കലും കളിക്കലും ആസ്വദിക്കലും സന്തോഷിക്കലും ഒക്കെ ഉണ്ടാകും. മരിക്കാത്ത ദുനിയാവിലുള്ള അവരുടെ സ്നേഹിതന്മാരെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുകയും, കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ന സിയാർത്ത് ചെയ്യാൻ വന്നിരുന്നു, അങ്ങനെ വന്നിരുന്നു, പിന്നെ ഇന്ന സമയത്ത് വേറെ മറ്റോ വന്നിരുന്നു. ആ വിഷയങ്ങളൊക്കെ അവർ പരസ്പരം സംസാരിക്കുകയും ചെയ്യും. അപ്പൊ അത് വലിയൊരു സംഭവമാണെന്ന് അർത്ഥം. ഏതായാലും ശരി, അത് കുറെ അധികം പറയാണ്ടിരിച്ചാൽ മറ്റു ദിവസങ്ങളിലൊക്കെ വേണ്ടതുപോലെ കുറച്ചൊക്കെ പറയാമെന്ന് മാത്രം അറിയിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ വിഷയത്തിൽ കിടക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ കണ്ടപ്പോ ഇതിന്റെ ഇടയിൽ നിന്ന് വായിച്ചെന്ന് അത്രയേ ഉള്ളൂ കേട്ടോ. ഉണ്ടാവില്ലല്ലേ, പോളണ്ടിലെ നമ്മുടെ സുഹൃത്ത് പോളണ്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം പിഎം ചെയ്ത തർക്കമില്ല. ഇന്നലെ അദ്ദേഹം പോളണ്ടിൽ നിന്ന് എനിക്ക് വിളിച്ചിരുന്നു. പോളണ്ടിൽ നിന്ന് അദ്ദേഹം വിളിച്ചിരുന്നു. അങ്ങനെ ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഞാൻ ഈ നേരത്തെ സംസാരിക്കുമ്പോ അദ്ദേഹം ടെലിഫോൺ കൂടെ എല്ലാം കൂടിയും പറയാനും വയ്യേ, ടെലിഫോൺ കൂടെ എല്ലാം കൂടി പറയാനും വയ്യല്ലോ. കുറെ നേരം ചങ്ങമ്പള്ളി തന്നെയാണ് നമ്മുടെ അദ്ദേഹം. എവിടെ ദ്വീപിലെവിടെയായിരുന്നു അത്ര അദ്ദേഹം അല്ലേ? ഏതോ നമ്മുടെ ദ്വീപിലെവിടെ, ലക്ഷദ്വീപിലോ അത് അഴകവിടെ എന്തോ ആയിരുന്നു അദ്ദേഹം. അങ്ങനെ മൂപ്പരൊരു സായിപ്പിനെ കണ്ടവിടെ, അങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ സായിപ്പ് ആണ് അദ്ദേഹത്തെ പോളണ്ടിൽ കൊണ്ടുപോയത്. പോളണ്ടിൽ തർക്കമില്ലാത്ത നല്ല ജോലിയൊക്കെയാണ്. നമ്മുടെ ആളുകളൊക്കെ ഉള്ള ഒരു ഉഷാറാണ് അർത്ഥം. സത്യം അറിയാൻ ഞാൻ പോട്ടല്ലേ, അപ്പൊ ഇനി മറുപടി വരണ്ട. അപ്പൊ അദ്ദേഹത്തിന് ചൊവ്വാഴ്ചയാണ് ഈ നേരത്തെ അദ്ദേഹം ചൊവ്വാഴ്ച. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് നമുക്ക് ചൊവ്വാഴ്ച മറുപടി പറയാം. ഇപ്പൊ അടക്കട്ടെ.
അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഈ നേരത്ത് മറുപടി പറയാം. അപ്പൊ ഞാൻ ഇന്ന് അദ്ദേഹം ഉണ്ടാവില്ല, ചൊവ്വ ബുധൻ വ്യാഴ ദിവസങ്ങളിലൊക്കെയാണ് ഈ സമയത്ത് അദ്ദേഹം ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇൻഷാല്ലാ ചൊവ്വാഴ്ച പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. KICR വെച്ച് ഇന്നലെ ദുആ ചെയ്തു. ഭാര്യ പ്രസവിച്ചു, കുട്ടിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഉസ്താദ് റൂമിൽ വെച്ച് അല്ലാതെയും ഉള്ള ദുആകളിൽ ഉൾപ്പെടുത്തണം എന്ന് സഹോദരൻ പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ, പൂർണ്ണ സിഹത്തും ആഫിയത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. സിഹത്തോടു കൂടി ആഫിയത്തോടു കൂടി അല്ലാഹു തആല ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആ കുട്ടിയെ അല്ലാഹു തആല അവന്റെ ഹിഫ്ലിലും അവന്റെ അമാനിലുമായി അല്ലാഹു വളർത്തട്ടെ. എപ്പോഴും അല്ലാഹുവിന്റെ ഹിഫ്ലും അമാനും അല്ലാഹു ആ കുട്ടിക്ക് നൽകട്ടെ. അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സോടും ആഫിയത്തോടു കൂടി ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പ്ലീസ് PM നിസ്കാരത്തിൽ ഭയഭക്തി കിട്ടുവാൻ എന്താണ് ചെയ്യുക? പടച്ചോനെ, ഇതിപ്പോ എന്നോട് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരു കാര്യമില്ല. കാരണം നിസ്കാരത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട സലാം ബാക്കി ഉസ്താദ് ഈ പ്രാവശ്യം ഉംറക്ക് പോകുമ്പോ ഞാൻ മുമ്പോട്ട് എനിക്കെന്നെ ദുആ ചെയ്യാൻ വേണ്ടി എന്താ ദ്വാരക്കാൻ പറഞ്ഞു. എന്റെ നിസ്കാരം ശരിയാൻ വേണ്ടിട്ട് ദ്വാരക്കെന്ന് ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം. ഞാൻ സാരങ്ങനെ പറയല്ലേ, വേറെന്തെങ്കിലും കാര്യത്തിനൊക്കെ ദുആ ചെയ്യാൻ പറയാറില്ലേ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയുള്ള ഒരു ഇതാണ് നിസ്കാരത്തിന്റെ കാര്യം തന്നെ ഒരു ബേജാറുള്ളത്. നിസ്കാരം ശരിക്കും അല്ലാഹു തആല സ്വീകരിക്കുന്ന രീതിയിൽ നിസ്കരിക്കാൻ സാധിച്ചാൽ തന്നെ അത് വല്ലാത്തൊരു കാര്യം തന്നെയാണല്ലോ. അത് ആ തക്ബീറത്തുൽ ഇഹ്റാമാണ് കെട്ടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയോടെ നമുക്ക് സലാം മുട്ടുന്നവരേക്ക് മറ്റു ശബ്ദമൊന്നും ചിന്തയൊന്നും ഇല്ലാതെ അതിൽ മാത്രം നമ്മുടെ ശ്രദ്ധ നിസ്കാരത്തിൽ മാത്രം അങ്ങോട്ട് ആയി കിട്ടുക എന്ന് പറയാൻ വല്ലാത്തൊരു ഇതാണ്. എത്ര ശ്രദ്ധിച്ചാലും ശരി അപ്പോത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി മാറും. അതിന് ഏതായാലും എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ നിസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഇതുവരെയൊക്കെ നിസ്കരിച്ച നിസ്കാരങ്ങളിലെ പോരായ്മകളൊക്കെ അല്ലാഹു തആല പരിഹരിച്ചു തരട്ടെ. ആ പോരായ്മകളൊക്കെ നികത്തി അല്ലാഹു അത് പൂർണ്ണമായും സ്വീകരിക്കട്ടെ. ഇനി മുതലുള്ള നിസ്കാരങ്ങളിൽ അല്ലാഹു പൂർണ്ണമായ ഖുശൂഉം ഖുദൂഉം അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഭയഭക്തി ഉണ്ടാകാൻ എന്താ ചെയ്യാന്നാണ് ഇപ്പൊ ഒരു ചോദ്യം. ഭയഭക്തി ഉണ്ടാകാനുള്ള ചെയ്യല് പിന്നെ ആ ബാങ്ക് കൊടുക്കുന്നോടെ മുതൽക്ക് തന്നെ നിസ്കാരം എന്നുള്ള ചിന്ത ഉണ്ടാകുക. ആ ബാങ്ക് കൊടുക്കുമ്പോ ബാങ്ക് കൊടുക്കണ്ടല്ലേ, ബാങ്ക് കൊടുക്കുക, ബാങ്കിനൊക്കെ ശരിക്കും ഉത്തരം നൽകുക. പടച്ചോനെ, ഞാൻ ഇപ്പൊ നിസ്കരിക്കാൻ റബ്ബിന്റെ മുമ്പിലാണല്ലോ പോയി നിൽക്കാനുള്ളത് എന്ന ചിന്ത ഉണ്ടാകുക. ആ ബാങ്ക് കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ യജമാനായ നാഥന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ള വലിയാളുടെ റബ്ബയാ കേൾക്കുന്നത് എന്നൊരു ചിന്ത ഉണ്ടാവുക. അങ്ങനെ ആ ചിന്തയോടുകൂടി അവന്റെ ആ ബാങ്കിനൊക്കെ ശരിക്കും ഉത്തരം നൽകുക. പിന്നെ ഒളു ഉണ്ടാക്കണല്ലോ, ഒളു ഉണ്ടാക്കുമ്പോഴൊക്കെ ആ സമയത്തൊക്കെ ആ ചിന്ത ഉണ്ടാകും, പഠിച്ചോൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ വേണ്ടിയുള്ള ശുദ്ധീകരണം നടത്താനുള്ള അപ്പൊ ഞാന് എന്നൊരു ചിന്ത ഉണ്ടാകുക. എന്നിട്ട് അങ്ങനെ ഉളുവൊക്കെ എന്ത് ചെയ്യുക, ആ ഉളുവൊക്കെ അതിന്റെ പൂർണ്ണമായ അതബോട് കൂടി അവയവങ്ങളൊക്കെ ശരിക്കും തേച്ചരച്ച് കഴുകുക. മൂന്ന് പ്രാവശ്യം അവയവങ്ങളൊക്കെ കഴുകുക. മിസ്വാക്ക് ചെയ്യുക. പോലത്തെ സുന്നത്തൊക്കെ ഉണ്ടല്ലോ ഉളെടുക്കുമ്പോ, അങ്ങനത്തെ ആ സുന്നത്തൊക്കെ എടുക്കുക. ആ സുന്നത്തൊക്കെ എടുക്കുമ്പോ ഇത് ഉളുവിന്റെ സുന്നത്താണ് ഞാൻ ഈ ചെയ്യുന്നത്, ഇതിനേക്കാളുള്ള പൂർണ്ണമായ പ്രതിഫലം എനിക്ക് വേണം. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്റെ യജമാന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള പിന്നെ പോയി നിൽക്കാനുള്ള അർഹത ഉണ്ടല്ലോ, അതിനുള്ള അർഹത നേടാൻ വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളാണ് ഞാനിപ്പോ ചെയ്യുന്നത് എന്നാ നല്ല ചിന്തക്ക് അവൻ ഉണ്ടാകുക. നല്ല വസ്ത്രമൊക്കെ ധരിക്കുക. നല്ല വസ്ത്രം ധരിച്ചിട്ട് ആ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പടച്ചോനെ, ഞാൻ ഈ നിൽക്കുന്നത് എന്റെ നാഥൻ നിങ്ങളെ മുജാഹിദ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ നിൽക്കുന്നത് എന്നൊരു ചിന്ത അവന് ഉണ്ടാവുക. ഈ പ്രപഞ്ച സൃഷ്ടാവായ എന്റെ റബ്ബ്, എന്റെ സയ്യിദായ അള്ളാഹു, ആ അള്ളാഹുവിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അവനോട് എന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ നിൽക്കുന്നത്. അവനോടുള്ള മുനാജാത്തിലാണ് ഇപ്പോൾ ഞാൻ എന്ന നല്ലൊരു ചിന്ത ഉണ്ടാവുക. അതോടുകൂടി ഇങ്ങനെ ഈ പിന്നെ അർത്ഥമൊക്കെ അറിയുന്ന ആളാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി സുഖമാണില്ലേ. വജ്ജഹത്ത് ഓതുമ്പോൾ, ഫാത്തിഹ ഓതുമ്പോൾ, സൂറത്ത് ഓതുമ്പോഴൊക്കെ അതിന്റെ അർത്ഥമൊക്കെ തന്നെ അറിയുമ്പോൾ പിന്നെ ആ അർത്ഥത്തിലേക്ക് അങ്ങനെ ചിന്തിക്കുക. ഇനി അതല്ല എങ്കിൽ എപ്പോഴും മനസ്സ് നിസ്കാരത്തെ വിട്ട് മറ്റൊന്നിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി വരാനിരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ചിന്തിക്കുക. എന്നാലും രണ്ട് കാര്യമാണ് ഉള്ളത്.
നിസ്കരിക്കുമ്പോഴേ കഴിഞ്ഞു പോയതിലേക്ക് മനസ്സ് കൊണ്ടുപോവാതെ വരാനിരിക്കുന്നതിലേക്ക് കൊണ്ടുപോകുമ്പോൾ വസ്വാസ് ഉണ്ടാവുകയും ചെയ്യൂല. അതിന് പുറമെ നിസ്കാരത്തിന്റെ പുറത്തേക്ക് ശ്രദ്ധ പോവുകയും ചെയ്യൂലാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ വജ്ജഹത്ത് ഇങ്ങനെ ഓതുന്ന സമയത്ത് അഞ്ഞിൻക്ക് അടുത്ത് ഫാത്തിഹാൻ ഓതാറുള്ളത്. ഫാത്തിഹ എപ്പോഴും ഇങ്ങനെ ഫാത്തിഹാനെ കുറിച്ച് ഞാൻ ചിന്തിക്കുക. വജ്ജഹത്ത് ഓതി കഴിയുന്നത് വരേക്കും ഫാത്തിഹാൻ എനിക്ക് ഓതാറുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഞ്ഞി അപ്പൊ അത് ഓതുന്നതോട് കൂടി അഞ്ഞിൻക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഞ്ഞി ഓതാറുള്ളത് അങ്ങനല്ലോ. അൽഹംദുലില്ലാഹ് അങ്ങനെ ഓതുന്ന സമയത്ത് അടുത്ത ആയത്ത് മാലിക് യൗമിദ്ദീനെ കുറിച്ച് ഞാൻ ചിന്തിക്കുക. എനിക്ക് അതാണ് ഓതാറുള്ളത്. അങ്ങനെ ഓരോ ആയത്ത് ഓതുമ്പോൾ അതിന് ശേഷം ഓതാനുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. ഫാത്തിഹാൻ ഓതുമ്പോൾ എനിക്കടുത്ത് സൂറത്താണ് ഓതാറുള്ളത്. സൂറത്ത് ഓതുമ്പോൾ എനിക്ക് റുക്കുവാണ് ചെയ്യാറുള്ളത്. റുക്കുവ ചെയ്യുമ്പോൾ എനിക്ക് ഇനി എഴുതാലാണ് ചെയ്യാറുള്ളത്. അങ്ങനെ വരാനിരിക്കുന്ന കാര്യങ്ങളിലേക്ക് അവന്റെ ശ്രദ്ധ ഇങ്ങനെ കൊണ്ടുപോകും, സദാസമയത്തും കൊണ്ടുപോകുക. എന്നുള്ള ഗുണതാണ് പറഞ്ഞത്. ഏത് നിസ്കാരം അല്ലാത്തൊരു വിഷയത്തിലേക്ക് അവന്റെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് കുറെയൊക്കെ സൂക്ഷിക്കാൻ സാധിക്കും. മറ്റൊന്ന് വസ്വാസ് ഇല്ലാതാക്കാൻ സാധിക്കും. ഈ വസ്വാസ് എങ്ങനെ വരണിച്ചണ്ട? ഇപ്പൊ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയാണ്. അപ്പൊ കഴിഞ്ഞു പോയ ബിസ്മിനെ കുറിച്ച് ചിന്തിക്കുക അല്ലെ? അവിടെ ബിസ്മില്ലാഹി എന്ന് പറയുമ്പോ ഇല്ലാഹി ഇല്ലാഹി എന്ന് വെച്ചയക്കണ അപ്പോൾ ഈ വസ്വാസ് ഉണ്ടാവുക. അപ്പൊ കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് വസ്വാസ് ഉണ്ടാവുക. അപ്പൊ അങ്ങോട്ട് കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കരുത്, വരാനുള്ളതിലേക്കാണ് ചിന്തിക്കുക. അപ്പൊ അങ്ങനെ ആകുകയാണെങ്കിൽ വിശ്വാസം മാറിക്കിട്ടും ചെയ്യും. നിസ്കാരം അല്ലാത്തതിൽ നിന്നുള്ള ശ്രദ്ധ ഒഴിവാക്കിക്കൊണ്ട് നിസ്കാരത്തിൽ തന്നെ അവന്റെ ശ്രദ്ധ തളച്ചിടാനും സാധിക്കും. പിന്നെ റുക്കൂ ചെയ്യുമ്പോഴൊക്കെ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ ഈ കുമ്പിടി നിൽക്കുന്നത്. സുജൂദ് ചെയ്യുമ്പോൾ എന്റെ നെറ്റിത്തടം വെച്ചിരിക്കുന്ന അള്ളാഹു യജമാനായ അള്ളാഹുവിന്റെ മുമ്പിലാണ് എന്നൊക്കെയുള്ള ധാരണകളൊക്കെ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ പറയാൻ തന്നെ എനിക്കും സാധിക്കുള്ളൂ. ആ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ നിസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, രക്തം ബ്ലോക്ക് ആയത് കാരണം കഴിഞ്ഞ കൊല്ലത്തെ റമളാൻ ഇതേവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഈ നേരത്തെ മറുപടി പറയാൻ പറഞ്ഞിരുന്നു. നോക്കട്ടെ, അതിനല്ലത് രക്തം ബ്ലോക്ക് ആയത് കാരണം കഴിഞ്ഞ കൊല്ലത്തെ റമളാൻ മാസത്തിലെ നോമ്പുകൾ ഒന്നും ഓപ്പറേഷൻ കാരണം അതിന് ശേഷം 6 മാസത്തെ റെസ്റ്റ് കൊണ്ടും നോൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതിന് ഒരു മറുപടി ഉസ്താദ് ഇന്ന് 1 മണിക്ക് ശേഷം പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ഞാൻ ഇതിന്റെ മസല ഉണ്ട് പറയാം. അതാണല്ലോ ഇന്ന് പിന്നെ ഇന്ന് ഓരോ കാര്യം മനസ്സിലാക്കണ്ടോ. ഞാൻ ആ മസല മുഴുവനില്ല, ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള മസലകളും പറയാം. റമളാനിൽ നോമ്പ് നോൽക്ക് നിർബന്ധമാണല്ലേ? റമളാൻ മാസത്തിൽ ആണാവട്ടെ പെണ്ണാവട്ടെ നോമ്പ് നോൽക്ക് നിർബന്ധമാണ്. എന്നാൽ ഉഴുതുണ്ട് നിൽക്കുക. ഉഴുതുണ്ട് നോമ്പ് നോൽക്ക് നിർബന്ധമില്ല. ആണുങ്ങളാണെങ്കിൽ രോഗങ്ങളൊക്കെ ഉണ്ട്, നോമ്പ് നോൽക്ക് നിർബന്ധമില്ല. പെണ്ണാണെങ്കിൽ അവൾക്ക് രോഗമുണ്ട്, അതല്ലെങ്കിൽ അവൾക്ക് ഹൈദ് ഉണ്ട്, അപ്പൊ നോമ്പ് നോൽക്കണ്ട. അതാണല്ലോ. അപ്പൊ അതേ സമയത്ത് വേറെ പ്രത്യേകമായ തടസ്സമൊന്നുമില്ല. നോമ്പ് നോൽക്കുന്നതിനെ തൊട്ട് തടയുന്ന പ്രത്യേകമായ കാരണങ്ങളൊന്നും ഇല്ല നിൽക്കുക. എന്നാ നോമ്പ് മുറിക്കാൻ പാടില്ല, ഹറാമാണ്. നോമ്പ് മുറിക്കൽ ഹറാമാണ്. നേരെ മറിച്ച് അതല്ല, അവനിങ്ങനെ രോഗമുണ്ട്, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട് നിൽക്കുക. എന്നാല് അല്ലെങ്കിൽ യാത്രക്കാരനാണെങ്കിൽ രോഗിയാണ്, എന്നാൽ റമളാനിൽ അപ്പോ അവന് നോമ്പ് നോൽക്കാതിരിക്കാം. അതുകൊണ്ട് വിരോധമില്ല. ആ നോമ്പ് നോൽക്കാതിരിക്കുന്നത് കാരണം അവൻ കുറ്റക്കാരനല്ല. യാത്രക്കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ രോഗിയായതുകൊണ്ടോ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നോമ്പ് നോറ്റില്ല നിൽക്കുക. എന്നാൽ ആ റമളാനിൽ നോമ്പ് നോൽക്കാത്തതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനല്ല. പിന്നെ എന്ത് വേണം? അവൻ പിന്നീട് അടുത്ത റമളാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടണം. ശ്രദ്ധിക്കണം. അടുത്ത റമളാൻ ഈ റമളാനിൽ ഖളാ ആയത് അടുത്ത റമളാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടണം. അടുത്ത റമളാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടിലാ നിൽക്കുക. എന്നാ കുറ്റക്കാരനാണ്. കരുതി കുട്ടി അടുത്ത റമളാൻ വരേക്കും ഖളാ വീട്ടില്ല. എന്നാല് ആ ഖളാ വീട്ടാത്തതിന്റെ പേരിൽ അവൻ വീണ്ടും കുറ്റക്കാരനാണ്. നേരെ മറിച്ച് അടുത്ത റമളാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടാതിരിക്കാനുള്ള കാരണം അവൻ രോഗിയാണ്. ആ രോഗമുള്ളതിനോട് കൂടി നോമ്പ് നോച്ചിട്ടുണ്ടെങ്കിൽ വേറെ അപകടങ്ങളൊക്കെ ഉണ്ടായിത്തീരും, അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടും വിഷമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അടുത്ത റമളാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടാൻ നിർബന്ധമില്ല. പിന്നെ എപ്പോ ഖളാ വീട്ടിയാൽ മതി? സൗകര്യം ഉണ്ടാകുമ്പോൾ ഖളാ വീട്ടിയാൽ മതി.
ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ഇപ്പൊ റമദാനിൽ നോമ്പുകാരന് പിന്നെ നോമ്പ് നോറ്റാൽ രോഗങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ അവൻ രോഗിയാണ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോമ്പ് മുറിക്കുന്നത് കൊണ്ട് വിരോധമില്ല, നോമ്പ് നോൽക്കേണ്ടതില്ല. പിന്നെന്ത് വേണം? അടുത്ത റമദാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടൽ നിർബന്ധമാണ്. എന്നാൽ അടുത്ത റമദാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടാതിരിക്കാൻ പ്രത്യേകമായ കാരണങ്ങളുണ്ട്. എന്നാൽ പിന്നെ അടുത്ത റമദാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടൽ നിർബന്ധമില്ല. പിന്നെ എപ്പോ ഖളാ വീട്ടിയാലും മതി, പിന്നെ സൗകര്യം ഉണ്ടാകുന്ന സമയത്ത് ഖളാ വീട്ടിയാൽ മതി. അതാണ് എന്റെ വിഷയം. ഇനി അടുത്ത റമദാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടാൻ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തില്ല? അടുത്ത റമദാൻ മുമ്പായിട്ട് ഖളാ വീട്ടിയില്ല. പിന്നെ ഖളാ വീട്ടുന്നത് ഈ റമദാനിൽ ഖളാ ആയത് അടുത്ത റമദാന്റെ ശേഷമാണ് ഖളാ വീട്ടുന്നത്. ഈ കഴിഞ്ഞ നോമ്പിനെ അവന് ഖളാ ആയി പോയി. ഇന്ന് അടുത്ത റമദാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്ങനെ സൗകര്യം ഉണ്ടായത്? അവന്റെ രോഗമൊക്കെ മാറിക്കണ്, ഇപ്പൊ നോമ്പ് നോക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ടും അവൻ കരുതി കൂട്ടി എന്ത് ചെയ്തില്ല? അടുത്ത റമദാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടിയില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്ത റമദാന് ശേഷം നോമ്പ് ഓരോന്നും ഖളാ വീട്ടിയാൽ മാത്രം പോരാ, ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം, അതായത് 650 ഗ്രാം അരി ഭക്ഷണം, അല്ലെങ്കിൽ അരിയോ എന്തെങ്കിലും അങ്ങനെ ഗോതമ്പോ എന്തെങ്കിലും ഒക്കെ നമുക്കറിയാൻ വിഷയം, അത് കൊടുക്കുകയും വേണം. ഓരോ നോമ്പിനും ഓരോ മുദ്ദ് 650 ഗ്രാം. പിന്നെ അതല്ലെങ്കിൽ 800 മില്ലി ലിറ്റർ അല്ലെ, 820 ഒക്കെ പറയുന്നുണ്ട്. പിന്നെ മില്ലി ലിറ്റർ ഇത് അളന്ന് കൊടുക്കുകയാണെങ്കിലേ അത് കൊടുക്കുകയും വേണം. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? നേരെ മറിച്ച് അടുത്ത റമദാൻ വരേക്കും അവൻ ഖളാ വീട്ടാതിരിക്കാനുള്ള കാരണം പ്രത്യേക ഉഴുതുണ്ടായത് കൊണ്ടാണ്. അവൻ രോഗിയാണ്, അല്ലെങ്കിൽ അടുത്ത റമദാൻ വരേക്കും അവൻ യാത്രക്കാരനാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേക കാരണം കൊണ്ടാണ് അടുത്ത റമദാനിന്റെ മുമ്പായിട്ട് അവൻ ഖളാ വീട്ടാതിരുന്നത്. അങ്ങനെ പിറ്റത്തെ റമദാന് ശേഷം അവൻ ഖളാ വീട്ടുകയാണ്. എന്നാലും അവൻ അവിടെ എന്ത് വേണ്ട? മുദ്ദ് കൊടുക്കണ്ട, മുമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി. അപ്പൊ ഒരു റമദാനിൽ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്ക് ആയിരുന്നില്ലേ? ബ്ലോക്ക് കാരണം പിന്നെ കഴിഞ്ഞ റമദാനിൽ നോമ്പ് നോൽക്കാൻ പറ്റിയില്ല. ആ പ്രത്യേകമായ ഉള്ളത് കൊണ്ടാണ് നോമ്പ് നോൽക്കാതിരുന്നത്. അപ്പോൾ ആ റമദാനിൽ നോമ്പ് നോൽക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ കുറ്റക്കാരൻ അല്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത റമദാനിന് മുമ്പായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഖളാ വീട്ടണം. സാധിക്കുമെങ്കിൽ എന്ന് പറഞ്ഞാല് നോമ്പ് നോൽക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ഖളാ വീട്ടണം. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി പെട്ടെന്ന് നോമ്പ് കൊടുക്കാൻ പറ്റൂല, അങ്ങനത്തെ പ്രത്യേക കാരണങ്ങളുണ്ട്, ആ കാരണം കൊണ്ടാണ് അടുത്ത റമദാൻ മുമ്പായിട്ട് ഖളാ വീട്ടാതിരിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് നിങ്ങൾ കുറ്റക്കാരനല്ല. പിന്നെ എന്ത് മതി? പിറ്റത്തെ റമദാൻ ശേഷം നിങ്ങൾ നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി, മുദ്ദ് കൊടുക്കണ്ട. നേരെ മറിച്ച് നിങ്ങൾ അടുത്ത റമദാൻ മുമ്പായിട്ട് ഖളാ വീട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായി, നിങ്ങൾക്ക് ആരോഗ്യമൊക്കെ ശരിക്കും പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോമ്പ് നോൽക്കുന്നത് കാരണം ഇനി പ്രത്യേകമായ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാവൂല. എന്നിട്ടും നിങ്ങൾ കരുതി കൂട്ടിയിട്ട് നോമ്പ് ഖളാ വീട്ടിയില്ല ഈ അടുത്ത റമദാന്റെ മുമ്പായിട്ട്. പിന്നെ നിങ്ങൾ ഖളാ വീട്ടുന്നത് അടുത്ത റമദാന്റെ ശേഷമാണ്. എന്നാൽ നിങ്ങൾ നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം പോരാ, പിന്നെന്താ? ഓരോ നോമ്പും ഖളാ വീട്ടുകയും വേണം, ഓരോ നോമ്പിനും ഓരോ മുദ്ദ് നൽകുകയും വേണം. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആൾക്ക് മനസ്സിലായിക്കണ? ഈ ചോദിച്ച ആൾക്ക് മനസ്സിലായിക്കണ? അല്ല, ചോദ്യകർത്താവ് അദ്ദേഹം ചെയ്യപ്പെടെ, അദ്ദേഹത്തിന് PM ഒന്നും കാണുന്നില്ല. പെടെ കുറെ PM ഉണ്ടായതുകൊണ്ടേ PM വേണമെങ്കിൽ ഒക്കെ അടിക്കണ്ടാവല്ലേ, കാണുന്നില്ലേ? കുറെ PM ഉണ്ടായതുകൊണ്ട്. അപ്പൊ ഏതാണ് ചോദ്യം? അപ്പൊ ഇനി അത് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഫുൾ കട്ടായിരുന്നോ? ഞാൻ സംസാരിക്കുമ്പോ കട്ടുണ്ടാ? ഇല്ല, ഉണ്ടാവൂല. നിങ്ങൾക്കുള്ള തരാറാണ്. എന്നാ പോട്ടെ, ഇനി പോട്ടെ. പിന്നെന്താണ്? ഇനി അടുത്ത ചോദ്യം. ഒരു മണിക്ക് 25 വർഷം മുമ്പ് കഠിന രോഗം കാരണം നോമ്പ് ഖളാ ആയതിന് മുദ്ദ് കൊടുക്കണോന്നാണ് ഒരു ചോദ്യം. 25 വർഷം മുമ്പ് കഠിന രോഗം കാരണമാണ് നോമ്പ് ഖളാ ആയത്. എന്നാൽ ആ നോമ്പ് ഖളാ ആക്കിയതിന്റെ പേര് കുറ്റക്കാരനല്ല. പക്ഷേ അത് പിറ്റത്തെ റമദാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടേണ്ടതാണ്. പിറ്റത്തെ റമദാന്റെ മുമ്പ് ഖളാ വീട്ടാൻ സൗകര്യമുള്ളതിനോട് കൂടി ഖളാ വീട്ടിയില്ല എങ്കിൽ ഖളാ വീട്ടിയാൽ മാത്രം പോരാ, ഓരോ നോമ്പിനും ഓരോ മുദ്ദ് കൊടുക്കുകയും വേണം.
അപ്പൊ ഈ 25 വർഷം മുമ്പാണ് നോമ്പ് ഖളാ ഊറ്റിയത്, ഖളാ ആയത്. പിന്നെ അതിന്റെ ആ ഖളാ ആക്കിയ നോമ്പിന്റെ ആ വർഷത്തെ നോമ്പിന്റെ ശേഷം തന്നെ നിങ്ങൾക്ക് ഖളാ വീട്ടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ ഇതുവരേക്കും നോമ്പ് ഖളാ വീട്ടില്ല. എന്നാൽ ഇനി ആ നോമ്പ് ഖളാ വീട്ടുകയും വേണം. ഓരോ നോമ്പിനും പിന്നെ ഓരോ വർഷം മറിയുന്നതനുസരിച്ചും മുദ്ദ് കൂടുന്ന. ആദ്യത്തെ റംസാൻ കഴിഞ്ഞ ശേഷം ഖളാ വീട്ടുകയാണെങ്കിൽ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് കൊടുക്കണം. നേരെ മറിച്ച് പിറ്റത്തെയും റംസാന് ശേഷമാണ് ഖളാ വീട്ടുന്നതെങ്കിൽ ഓരോ നോമ്പിനും 2 മുദ്ദ് വീതം കൊടുക്കണം. അപ്പോഴും ഖളാ വീട്ടില്ല. 3ാമത്തെ നോമ്പിന്റെ ശേഷമാണ് ഖളാ വീട്ടുന്നതെങ്കിൽ ഓരോ നോമ്പിനും 3 വീതം കൂടെ നൽകണം. നിങ്ങൾ നോമ്പ് ഖളാ ആക്കിയിട്ട് പിന്നെ 25 വർഷം വയ്ക്കണമെങ്കിൽ ഓരോ നോമ്പിനും 25 മുദ്ദ് വീതം നൽകണം എന്നാണ് പ്രബലമായ അഭിപ്രായം. പക്ഷെ അവിടെ പ്രബലമല്ലാത്തൊരു അഭിപ്രായമുണ്ട്. എത്ര വർഷം കഴിഞ്ഞാലും ഓരോ നോമ്പിനും ഓരോ മുദ്ദ് തന്നെ കൊടുത്താൽ മതി എന്ന് മുഅ്തമദല്ലാത്ത ശാഫി മദ്ഹബിൽ തന്നെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. വർഷം എത്ര മറിഞ്ഞാലും നോമ്പ് ഖളാ വീട്ടുകയും ഓരോ മുദ്ദ് കൊടുക്കുകയും ചെയ്താൽ മതി എന്ന്. പക്ഷെ പ്രബലമായ അഭിപ്രായം അതല്ല. എത്ര വർഷമാണോ മറിയുന്നത് അത്രയും മുദ്ദിന്റെ പിന്നെ എണ്ണവും വർദ്ധിക്കുമെന്നാണ് പ്രബലമായ അഭിപ്രായം. അതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ ഉസ്താദ് ചോദ്യം ഒന്നാല്ലേ ഒന്ന്. ഇമാമിന് ആയത്ത് ഓർമ്മിപ്പിച്ചു കൊടുക്കുമ്പോൾ മഅ്മൂം മനസ്സിൽ വല്ലതും കരുതേണ്ടതുണ്ടോ? ഇമാമ് ആയത്ത് ഓർമ്മിച്ചു കൊടുക്കുമ്പോഴേ ഈ മഅ്മൂമ് ഇമാമിന് പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് മാത്രം കരുതിയ നിസ്കാരം ബാത്തിലാവുന്ന. ഇമാമിന് ആയത്ത് ഓതുമ്പോ തെറ്റി. അപ്പൊ എന്താ ചെയ്യാ? ഇമാമിന് പറഞ്ഞു കൊടുക്കുക എന്ന നിയ്യത്തോടു കൂടി മാത്രമാണ് അവൻ എന്ത് ചെയ്യണത്? ആയത്ത് ഓതുന്നത്. എന്നാലും നിസ്കാരം ബാത്തിലാകും. നേരെ മറിച്ച് അതല്ല. മഅ്മൂം എന്താ കരുത്? മഅ്മൂം ഒരു ഖുർആനിൽപ്പെട്ട ആയത്ത് ഓതുന്ന അയാള് ആയത്ത് ഇമാമ് ഇങ്ങനെ ഓതുമ്പോ ഇങ്ങനെ ഫദക്കിർ എന്ന് പറയാണെങ്കിൽ ഫദക്കിർ പറഞ്ഞ ഇമാമ് നിൽക്കുകയാണ്. അപ്പൊ ഈ മഅ്മൂമ് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ എന്ന ആയത്തിന്റെ ഓതി മഅ്മൂമിന്റെ ഓതി നിൽക്കുക. ആ മഅ്മൂമ ആയത്തിന്റെ ഓതുന്നത് കൊണ്ട് മഅ്മൂം ഉദ്ദേശിച്ചത് ഇമാമിന് പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രമാണ് മഅ്മൂം ഉദ്ദേശിച്ചത്. എന്നാൽ മഅ്മൂമിന് നിസ്കാരം ബാത്തിലാകും. കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതല്ലോ. അതിനുള്ള നിസ്കാരം എന്ന് പറഞ്ഞാല് നിസ്കാരം എന്ന് പറഞ്ഞാല് ഓരോരുത്തർ തെറ്റിയൊക്കെ വിളിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള മദ്രസയെ ഇപ്പൊ നിസ്കാരം അല്ലല്ലോ. അപ്പൊ അത് അങ്ങനെ ആകുമ്പോ നിസ്കാരം ബാത്തിലാകും. നേരെ മറിച്ച് അതല്ല. അയാള് മഅ്മൂം എന്ത് കരുതി? അയാൾ ഓതുന്ന സമയത്ത് അയാൾ ആയത്ത് ഓതുക എന്നുള്ള കരുത്തോടു കൂടിയാണ് ഓതി. അതല്ല ഈ ആയത്ത് ഓതുക എന്ന കരുത്തോടു കൂടിയും ഇമാമിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന കരുത്തോടു കൂടിയും രണ്ടും കൂടി കരുതിക്കൊണ്ട് ഓതി. എന്നാലും നിസ്കാരം ബാത്തിലാവൂല. ഇമാമിന് പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുക എന്ന കരുത്തോടു കൂടിയും ആയത്ത് ഓതുക എന്ന കരുത്തോടു കൂടിയും രണ്ടും കൂടി കരുതി ഓതിയാൽ നിസ്കാരം ബാത്തിലാവൂല. ഇനി ആയത്ത് ഓതുക എന്ന കരുത്തോടു കൂടി മാത്രമാണെങ്കിലും നിസ്കാരം ബാത്തിലാവൂല. നേരെ മറിച്ച് ഇമാമിന് പറഞ്ഞു കൊടുക്കുക എന്ന കരുത്ത് മാത്രമാണ് അയാൾക്ക് ഉദ്ദേശമെങ്കിൽ അതല്ലി ഒന്നും കരുതാതെയാണെങ്കിലും നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും എന്നാണ് മസല. അതവിടെ ഉണ്ടല്ലോ വലാബി ഫത്തിഹിൻ അലൈഹി, ഇമാമിന് പറഞ്ഞു കൊടുക്കൽ കൊണ്ടും നിസ്കാരം ബാത്തിലാവുകയില്ല. അതെങ്ങനെയാണ്? ബിഖസ്ദിൽ ഖിറാഅത്തി വലൗ മഅൽ ഫത്ഹി, അയാള് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇമാമിന് അയാൾ ഖുർആൻ ഓതുക എന്ന കരുത്തോടു കൂടിയാണ് ഓതുന്നത്. അയാൾ ഖുർആൻ ഓതുക എന്ന കരുത്തോടു കൂടിയാണ്. എന്നാല് ബാത്തിലാവൂല. അല്ലെങ്കിൽ അയാൾ ഖുർആൻ ഓതുക എന്ന കരുത്തിന് പുറമെ ഇമാമിന് പറഞ്ഞു കൊടുക്കുക എന്ന കരുത്തും കൂടി ഉണ്ട്. എന്നാലും ബാത്തിലാവുകയില്ല. നേരെ മറിച്ച് ബഖറജ ബിഹി മാ ഇദാ ഖസദൽ ഫത്ഹ ഫഖത്ത്, നേരെ മറിച്ച് ഇമാമിന് പറഞ്ഞു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ഓതുകയാണെങ്കിലോ ഔ അത്ലഖ, അല്ലെങ്കിൽ ഒന്നും കരുതാതാണ് ഓതി നിൽക്കുക. എന്നാലോ ഖിറാഅത്ത് എന്ന കരുത്തും ഇല്ലാതെ വെറുതെ അയാളെ കണ്ട് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. ഫഇന്നഹു യുബ്തിലു സ്വലാത്ത. 2 ഉസ്താദെ, ഗണ്ണിക്കാൻ വേണ്ടി എഴുതുകയല്ല, അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. എന്റെ നാട്ടിലൊക്കെ സമസ്തയുടെ പഴയ കാല നേതാക്കന്മാരും ഇപ്പോഴുള്ളവരും
പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മദ്രസയിലും മറ്റും ക്ലാസ് നടത്തുമ്പോൾ മറയുടെ പിന്നിൽ നിന്നും നടത്തണമെന്നാണ്. ഉസ്താദ് പറയുന്നത് സ്ത്രീകൾ ഒരു മുസ്ലിം സംഘടനയുടെ കീഴിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ മുഖവും മുങ്കയും ഒഴിവുള്ള ഭാഗം മറച്ചുകൊണ്ട് പങ്കെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു സ്ത്രീന്റെ ഔറത്ത്, അതാണ് അവിടെ പ്രശ്നം. സമ്മേളനത്തിൽ പങ്കെടുക്കണ്ടോ ബസ്സി കയറല, അതല്ല വിഷയം. ഒരു സ്ത്രീയുടെ നിസ്കാരത്തിന്റെ പുറത്ത് സ്ത്രീയുടെ ഔറത്ത് ഏതാണ് എന്ന കാര്യം ബഹുമാനപ്പെട്ട ഉലമാവ് ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. നിസ്കാരത്തിന്റെ പുറത്തും മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം മറക്കൽ നിർബന്ധമാണ്, മുഖവും മുങ്കയും മറക്കൽ നിർബന്ധമില്ല എന്നാണ് നല്ലൊരു വിഭാഗം ഉലമാക്കളുടെ അഭിപ്രായം. എന്നാൽ നല്ലൊരു വിഭാഗം ഉലമാക്കളുടെ അഭിപ്രായം മുഖവും മുങ്കയും അടക്കം മറക്കണം എന്നുമാണ്. അപ്പൊ അവിടെ ഉലമാക്കൾക്കിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന്. അപ്പൊ ഇനി ഒരു സ്ത്രീ മുഖവും മുങ്കയും മറക്കാതെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ശരിക്കും മറച്ചുകൊണ്ട് പുറത്തിറങ്ങി പോയി നിൽക്കുക, എന്നാൽ അവൾ ദീനിന്ന് വ്യതിചലിച്ചവളാണ്, ദീനിനെ ധിക്കരിച്ചവളാണെന്ന് ഒന്നും അവളെ കുറിച്ച് പറയാൻ പറ്റൂല. കാരണം അവർ നല്ലൊരു വിഭാഗം ഉലമാക്കൾ മറക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അവൾ മറച്ചിട്ടുണ്ട്. അവൾ മുഖവും മുങ്കയും മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. മുഖവും മുങ്കയും ഒഴിവാക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് നല്ലൊരു വിഭാഗം, കുറച്ചൊന്നല്ല, നല്ലൊരു വിഭാഗം ഉലമാക്കളുടെ അഭിപ്രായമാണത്. അതനുസരിച്ചാണ് അവൾ നീങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അവളെ ആക്ഷേപിക്കാൻ പറ്റൂലെന്ന്. പിന്നെ യോഗങ്ങളിൽ പങ്കെടുക്കലും അതൊക്കെ വിഷയം വേറെ. യോഗങ്ങളിൽ പങ്കെടുക്കുന്ന പോലെ തന്നെ ബസ്സിൽ കയറുമ്പോഴൊക്കെ അത് തന്നെ. കല്യാണത്തിന് പോലും അല്ലേ, കല്യാണത്തിന് പോകുമ്പോ അതോട് വിരോധമൊന്നുമില്ല. പിന്നെ സമ്മേളനത്തിന് പോലാണ് വിഷയം, അങ്ങനൊന്നുമില്ലല്ലോ. ഇഖ്തിലാത്ത്, സ്ത്രീകളും പുരുഷനും കൂടി കൂടിക്കലരാൻ പാടില്ല, കൂടിക്കലരാൻ പാടില്ല. ഖൽവത്ത് ഹറാമാണ്. ഒരു സ്ത്രീയും പുരുഷനും, ഒരു സ്ത്രീയും ഒരു പുരുഷനും മാത്രം ഒരു സ്ഥലത്ത് തനിച്ചാവുക, അത് ഹറാമാണ്. ഒരാണും പെണ്ണും മാത്രം ഒരു സ്ഥലത്ത് ഒറ്റക്കാവുക, അത് ഹറാമാണ്. പിന്നെ ഇഖ്തിലാത്ത് പറഞ്ഞാൽ അവരുടെ ശരീരങ്ങൾ കൂട്ടിമുട്ടുന്ന രീതിയിൽ ആണും പെണ്ണും കൂടി കൂടിക്കലരുക, അതും ഹറാമാണ്. നേരെ മറിച്ച് ശരീരങ്ങൾ കൂടിക്കലരണമൊന്നുമില്ല. പിന്നെ അവരുടെ മുഖവും മുഖയും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ അവൾ മറച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പെണ്ണ് ഒരു സ്ഥലത്ത് ഇരുന്ന്, അല്ലെങ്കിൽ ഒരു യോഗത്തിന് പങ്കെടുത്ത്, അല്ലെങ്കിൽ സലാത്തിന് പങ്കെടുത്ത്, അല്ലെങ്കിൽ ബസ്സിൽ കയറി, അതുകൊണ്ടൊന്നും അവള് ദീനിനെ ധിക്കരിച്ചവളാണ് എന്ന് പറയാൻ പറ്റൂല. അതാ നമ്മൾ പറഞ്ഞത്. എന്നാൽ ഏറ്റവും സൂക്ഷ്മത എന്താണ്? നമ്മളിത് ഈ പറഞ്ഞത് നമ്മുടെ ആരെയും ന്യായീകരിക്കാൻ വേണ്ടല്ലേ. നമ്മളടുത്ത പെൺകുട്ടികളൊക്കെ മുഖവും മുഖയൊക്കെ അടക്കം മറിച്ചിട്ട് തന്നെ നടക്കാറ്. അപ്പൊ നമ്മളോട് അങ്ങനെ ചെയ്യാത്തതിന്റെ പേരിൽ അങ്ങനെ പറയല്ല എന്ന്. നമ്മൾ കാര്യം പറയാണ്, ഉള്ള വിഷയം പറയാണ്. പിന്നെന്താണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഇതിനെ എന്താണ് ഇതുവരെ എവിടെ കുറെ ഉണ്ടാവും, പോട്ടെ, മസലൊന്നുമല്ലേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജനാബത്തുണ്ടായി കുളിച്ചിട്ട് നമസ്കരിക്കാമെന്ന് കരുതി. കുളിച്ചപ്പോൾ പ്രത്യേകം നിയ്യത്ത് പറഞ്ഞില്ല. മടക്കി കുളിക്കണോ? നിയ്യത്ത് പറയണമെന്നില്ല, മനസ്സിൽ കരുതണം. ശരീരത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന്റെ ആദ്യ സമയത്ത് എന്തുവാണ് എന്താ, അവന്റെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന്റെ ആദ്യ സമയത്ത് അവൻ മനസ്സിൽ കരുതണം, ഇത് എന്റെ വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുകയാണ്, അല്ലെ എനിക്ക് നിർബന്ധമായ കുളി ഞാൻ കുളിക്കുകയാണ് എന്നൊക്കെ ഉണ്ടല്ലോ. ഏതെങ്കിലും രീതിയിൽ അവന്റെ മനസ്സിൽ കരുതണം. നാവുകൊണ്ട് തന്നെ വലിയ ശുദ്ധി ഞാൻ ഉയർത്തുന്നു എന്ന് നാവുകൊണ്ട് എന്ന് പറയൽ നിർബന്ധമൊന്നുമില്ല, അത് സുന്നത്താണ്. മനസ്സിൽ കരുതലാണ് നിർബന്ധം. അപ്പൊ മനസ്സിൽ അവന്റെ എപ്പോഴും വേണമെന്ന് മാത്രം. ഇനി ഒരാൾ ശരീരത്തിന്റെ കുറെ ഭാഗങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞിട്ട് അതിന് ശേഷം അയാൾക്ക് ഓർമ്മ വന്നത് എന്നാൽ നിയ്യത്തിന് ശേഷമുള്ള അങ്ങോട്ട് കഴിയതേ വലിയ ശുദ്ധിയെ തൊട്ടുള്ള കുളിയായിട്ട് പരിഗണിക്കപ്പെടുള്ളൂ. അപ്പൊ അതിന് മുമ്പ് കഴിയ ഭാഗങ്ങളൊക്കെ വീണ്ടും കഴുകണം എന്നർത്ഥം, അത്രേ ഉള്ളൂ. മടക്കി കുളിക്കണോ? അപ്പൊ ഈ കുളിക്കുന്ന സമയത്ത് അവന്റെ മനസ്സിൽ തീരെ ഉണ്ടായിട്ടില്ല, ഇത് വലിയ ശുദ്ധിയെ ഉയർത്താൻ വേണ്ടിയുള്ള കുളിയാണെന്ന് തീരെ മനസ്സിലുണ്ടായിട്ടില്ല നിൽക്കുക. എന്നാൽ ഞാൻ മടക്കി കുളിക്കാനേ വേണം.
നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്കിടയിൽ വേറെ ചിന്ത വന്നു, രണ്ടാമതും ഒരാൾ ഫാത്തിഹ ഓതിയാൽ അതുപോലെ അത്തഹിയാത്തും മടക്കി ഓതാൻ പറ്റുമോ? ചിന്ത വന്ന് എന്ന് വിചാരിച്ചിട്ട് മടക്കി ഓതൊന്നും വേണ്ട. നിസ്കാരത്തിലേ ഫാത്തിഹനെ മടക്കി ഓതൽ സുന്നത്തായ കാര്യത്തിൽ പെട്ടതല്ല. പിന്നെ ഫാത്തിഹ മടക്കി ഓതി നിസ്കാരം ബാത്തിലാവുന്നില്ല. ഒരാൾ ഒരക്കാര്യത്തിൽ 2 പ്രാവശ്യം ഫാത്തിഹ ഓതി നിൽക്കുക, നിസ്കാരം ബാത്തിലാവുന്നില്ല. അല്ലെങ്കിൽ 2 പ്രാവശ്യം തഹയ്യാത്ത് ഓതി നിസ്കാരം ബാത്തിലാവൂല. പിന്നെ അത് സുന്നത്തുള്ള കാര്യവും അല്ല. അതിന്റെ ഹർഫുകളൊന്നും ശരിയായിട്ടില്ല എന്ന് അവന് തോന്നുകയാണെങ്കിൽ മടക്കി ഓത് തന്നെ വേണം, നിർബന്ധമാണ്. അതേ സമയത്ത് ആ സമയത്ത് വേറെ ശ്രദ്ധയിലേക്ക് അവൻ പോയി, അവന്റെ ശ്രദ്ധ ഫാത്തിഹയിൽ നിന്ന് വ്യതിചലിച്ചു എന്നാ അവിടെ ഫാത്തിഹ മടക്കി ഓതൊന്നും വേണ്ട. ഇനി മടക്കി ഓതി നിൽക്കുക, അതുകൊണ്ട് വിരോധമില്ല, നിസ്കാരം ബാത്തിലാവൂല. പക്ഷെ അങ്ങനെ അത് ഒരു ചെയ്യല് സുന്നത്തായ ഒരു വിഷയമല്ല എന്നർത്ഥം. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഉപ്പാന്റെയും ഉമ്മാന്റെയും എല്ലാം ഖബറുകൾ സലാം ചൊല്ലുമ്പോൾ അസ്സലാമു അലൈക യാ അബി എന്നാണോ അതോ അസ്സലാമു അലൈക്കും യാ അബി എന്നാണോ? അത് എങ്ങനെയാലും വേണ്ടില്ല. ഉമ്മാന്റെ വാപ്പാന്റെ ഖബറിക്ക് മാത്രമാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞോണ്ട് വിരോധമൊന്നുമില്ല. അസ്സലാമു അലൈക്കാന്ന് തന്നെ പറഞ്ഞൊന്നുമില്ല. കാരണം അറബിയില് അസ്സലാമു അലൈക്ക് ബഹുമാനിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കാന്ന് പറയാം, അസ്സലാമു അലൈക്കും എന്നും ആക്കാം ബഹുമാനിച്ചുകൊണ്ട്. ബഹുവചനം എന്തിനു ഉപയോഗിക്കാറുണ്ട്? ഒരു ബഹുമാനിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇനി ഏകവചനാണെങ്കിൽ ബഹുമാനക്കുറവൊന്നുമില്ല. അപ്പൊ ഏത് രീതിയിലാകുമ്പോൾ ഒരാൾക്ക് മാത്രം സലാം ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്ക എന്ന് തന്നെ പറഞ്ഞോന്നില്ല, അസ്സലാമു അലൈക്കും എന്നാവാം, അസ്സലാമു അലൈക്ക എന്നും ആകാം. അതുപോലെ തന്നെ ഇനി വാപ്പാക്ക് എന്റെ ഖബറിന് സിയാറത്തും അസ്സലാമു അലൈക യാ അബി എന്നും പറയാം, അസ്സലാമു അലൈക്കും യാ അബി എന്നും പറയാം. ഉമ്മാന്റെ ഖബർ സിയാറത്താണെങ്കിൽ അസ്സലാമു അലൈക്കി യാ ഉമ്മി എന്നും പറയാം. ഇനി അസ്സലാമു അലൈക്കും ബഹുവചനമാണ്, മുദക്കറുമാണ് അല്ലേ, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അതിപ്പോ ഉമ്മ ആ ഖബർ എന്ന ചിന്ത, അഹുൽ ഖബർ എന്ന ആ കരുത്തോടു കൂടിയൊക്കെ, ഖബറാളികൾ എന്ന ഉദ്ദേശത്തോടു കൂടിയൊക്കെ അസ്സലാമു അലൈക്കും എന്നും ആവാം, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഓഫീസ് ടൈം കഴിഞ്ഞു, ഇപ്പോൾ ലഞ്ച് ടൈം ആണ്, മറുപടി PM ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ് കേൾക്കേണ്ട വലിയ അണങ്കറാണ് PM ചെയ്യാൻ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ കേൾക്കണ്ട ഇപ്പൊ ഇവിടെ ഇല്ലേ? കുറെ ആളുകൾ മറുപടി PM ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇൻഷാ അല്ലാഹ് PM ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എനിക്ക് എക്സാം തുടങ്ങിയ ഈ നിങ്ങൾ ഇത് ഞാൻ ദുആ ചെയ്തിരുന്നല്ലോ. ഏതായാലും ശരി, നമ്മുടെ പ്രിയപ്പെട്ട ഒരാളാണ്, എക്സാം തുടങ്ങി എളുപ്പമാവാനും ഇതിനു മുമ്പ് PM ചെയ്തിരുന്നു, നമ്മൾ PM-ലൂടെ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എക്സാമിലൊക്കെ നല്ല വിജയം നൽകട്ടെ, വളരെ ഇസ്സത്തുള്ള വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞാൽ നമ്മുടെ റൂഹ് അവിടേക്ക് എത്തുമോ ഉസ്താദെ? നമ്മുടെ റൂഹ് അവിടേക്ക് എത്തേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹിന്റെ റൂഹ് നമ്മള് പിന്നെ സലാം ചെല്ലുന്ന കേട്ടാൽ മതിയല്ലോ അല്ലേ? റസൂലുള്ളാഹിക്ക് സലാം ചെല്ലുമ്പോഴേ നാം സലാം ചെല്ലുന്ന റസൂലുള്ള കേൾക്കുന്നു, റസൂലുള്ളാഹിന് മറുപടി പറയുന്നു, റസൂലുള്ളാഹി നമ്മൾ സലാം ചെല്ലുന്നത് അറിയുന്നു ഉണ്ടായാൽ മതിയല്ലോ. നമ്മുടെ റൂഹ് അങ്ങോട്ട് പോവണ്ട. നമ്മുടെ റൂഹ് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ തളച്ചിട്ടിരിക്കുകയാണ്, നമ്മൾ മരിച്ചിട്ടില്ലല്ലോ. പിന്നെ അടച്ചുറപ്പുള്ള റൂമിൽ നിന്നും കുളിക്കുമ്പോൾ ഔറത്ത് മറക്കൽ നിർബന്ധമുണ്ടോ? ഇല്ല, ഔറത്ത് മറക്കൽ നിർബന്ധമില്ല. വേറെ ആരും അവന്റെ ഔറത്ത് കാണാൻ പറ്റാത്തവരൊന്നും അവിടെ ഇല്ല നിൽക്കുക. എന്നാൽ ഔറത്ത് മറക്കൽ നിർബന്ധമില്ല. ഔറത്ത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഒറ്റക്ക് കുളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാണാൻ പറ്റുന്നവരുടെ മുമ്പിൽ വെച്ചാണെങ്കിലും അങ്ങനെ ഔറത്ത് ഒഴിവാക്കിക്കൊണ്ട് കുളിക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഇനി ഉസ്താദെ, ഫേസ്ബുക്കിൽ കാണുന്നു റജബ് മാസം ആദ്യം, ഇത് കുറെ മുമ്പ് നമ്മൾ മറുപടി നൽകിയാണ്. അങ്ങനത്തെ ഇതൊന്നുമില്ല. ആ ഹദീസൊക്കെ പച്ചക്കള്ളമാണ് അല്ലേ? അത് അങ്ങനെ ഒരു ഹദീസ് ഇല്ലാന്നാ, അത് പച്ചക്കള്ളമാണ്.
റജബ് മാസം ആദ്യം കണ്ട ആൾക്ക് നരകശിക്ഷ ഒഴിവുണ്ട് എന്നൊക്കെയുള്ളത്. അത് ആ ഹദീസ് മൗലുആയ ഹദീസാണെന്ന്, സഹിഹല്ല, ശരിയല്ല, ഹദീസല്ല. റസൂലുള്ളാഹിന്റെ മേൽ ഉണ്ടാക്കി പറയുന്നതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മെയ് 2 കല്യാണത്തിന് നാട്ടിൽ പോകുന്നു. യാത്രയും മറ്റു കാര്യങ്ങളും സന്തോഷമാവാൻ ഉസ്താദ് ദുആ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്ര റാഹത്താക്കി തരട്ടെ. കല്യാണം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷകരമാക്കി തരട്ടെ. അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവരെന്തൊരു വിഷയത്തിന് വേണ്ടിയാണ് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടത് അത് അല്ലാഹു തആല നിറവേറ്റി കൊടുക്കട്ടെ. മക്കൾക്ക് രോഗമാണെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട ആളുകൾ, അവരുടെ കുട്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ഗർഭസ്ഥ ശിശുക്കള് അവർക്ക് അപ്പൊ പരിശോധനയിലൊക്കെ വളരെ വിഷമകരമായ ചില അവസ്ഥകളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിനു മുമ്പ് ദുആ ചെയ്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഏറ്റവും ഖൈർ ഏതോ ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം ചെയ്യട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ആ കുട്ടി ജീവിച്ചിരിക്കലാണ്, ആ സഹോദരി പ്രസവിച്ച് ആ കുട്ടി ജീവിച്ചിരിക്കലാണ് ഖൈറെങ്കിൽ ആ കുട്ടിക്ക് പൂർണ്ണ സിഹത്തും ആഫിയത്തും അല്ലാഹു തആല നൽകി പൂർണ്ണ സിഹത്തോടുകൂടി ആഫിയത്തോടുകൂടി യാതൊരു അംഗവൈകല്യവും ഇല്ലാതെ ദീനിനും കുടുംബത്തിനൊക്കെ ഉപകരിക്കുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിക്കട്ടെ. അതല്ല മരിക്കലാണ് ഖൈർ എങ്കിൽ പ്രയാസം കൂടാതെ ആ കുട്ടിയെ മരിപ്പിക്കുകയും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ബന്ധപ്പെട്ട വിവാഹപ്രായമെത്തിയ ആളുകൾ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ അല്ലാഹു തആല അനുയോജ്യരായ ഇണകളെ പ്രദാനം ചെയ്യട്ടെ. അവരുടെ വിവാഹങ്ങളിലൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. കച്ചവടങ്ങളിലും